നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള വാർത്ത. ദീർഘനാളായി ശ്രീനിവാസൻ്റെ ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നു. നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച നടനാണ്. 1956 ഏപ്രിൽ 4 കൂത്തുപറമ്പിൽ ജനിച്ച ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ വെള്ളിത്തിരയിലെത്തിച്ചു. സംവിധായകനും പിന്നണി ഗായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മക്കളാണ്. 200-ലധികം ചിത്രങ്ങളിൽ ശ്രീനിവാസൻ്റെ സാന്നിധ്യം മലയാളികൾ കണ്ടു. സംവിധാനം ചെയ്ത എണ്ണം പറഞ്ഞ സിനിമകളിലൂടെ മലയാളത്തിലെ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഇപ്പോഴും കാലാനുവൃത്തിയായ നിരവധി സിനിമകളുടെ തിരക്കഥാകൃത്ത് കൂടിയായി ശ്രീനിവാസൻ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളികൾ എന്നും ഏറെ ഇഷ്ടത്തോടെ നെഞ്ചിനോട് ചേർത്ത് വെക്കുന്ന നടൻ ശ്രീനിവാസൻ അന്തരിച്ചു എന്നുള്ള ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ്. വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം ദീർഘനാളായി നമുക്കറിയാം അസുഖബാധിതനായിരുന്നു. നിരവധി അസുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇടയ്ക്ക് അദ്ദേഹത്തിന് ചില ശാരീരികമായ തളർച്ചകളും മറ്റും വന്ന് സംസാരിക്കാൻ പറ്റാത്ത പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പതിയെ അദ്ദേഹത്തിൻ്റെ സംസാരമൊക്കെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്നുള്ളത് ശ്രീനിവാസൻ മരിച്ചു എന്നുള്ളതാണ്, അന്തരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്തയായി ഇപ്പോൾ നൽകാനുള്ളത്. ഏതായാലും കൊച്ചിയിൽ ആശുപത്രിയിലാണോ അതോ വീട്ടിലാണോ എന്ന കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. കാരണം അപ്രതീക്ഷിതമായിരുന്നു ഈ മരണം, ഒരു പരിധിവരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇത്ര പെട്ടെന്ന് അദ്ദേഹം വിട്ടുപോകും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. നമുക്കറിയാം ശ്രീനിവാസൻ എന്ന നടൻ മലയാളികൾ എത്രത്തോളം നമ്മുടെ മനസ്സിനോട്, നമ്മുടെ സിനിമാ ജീവിതത്തോട് ചേർത്ത് വെച്ചു എന്നുള്ളത്. അത്രയധികം ഇഷ്ടപ്പെട്ട, അത്രയധികം മലയാളികളെ ഒരുപാട് ചിന്തിപ്പിച്ച സിനിമകളുടെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ ഏറെ എന്നും ഓർത്തിരിക്കുന്ന ഒരു അതുല്യ പ്രതിഭ കൂടിയായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഏതായാലും ശ്രീനിവാസൻ്റെ തിരക്കഥകളൊക്കെ ഏറെ മലയാളികൾ ചേർത്ത് വെച്ച നാടോടിക്കാറ്റ്, സന്ദേശം, പട്ടണപ്രവേശം, വടക്ക് നോക്കിയന്ത്രം, വരവേൽപ്പ്, മിഥുനം, മഴയെത്തും മുൻപേ, അഴകിയ രാവണൻ, ഉദയനാണ് താരം, കഥ പറയുമ്പോൾ, ഞാൻ പ്രകാശൻ എന്നിങ്ങനെ നിരവധി സിനിമകളിലൂടെ മലയാളികളോട് ചേർന്ന് നിന്ന, മലയാളികൾ എന്നും എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ കൂടിയാണ് ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ പ്രധാന തിരക്കഥകൾ 1987 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, നാടോടിക്കാറ്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ഏറ്റവും അവസാനം അദ്ദേഹത്തിൻ്റെ സത്യനന്ദിക്കാട് സിനിമ, ഞാൻ പ്രകാശൻ വരെയുള്ള സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഉദയനാണ് താരമൊക്കെ ബോക്സ് ഓഫീസിനെ വലിയ തോതിൽ ചലിപ്പിച്ച സിനിമകളാണ്. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് പോലെയുള്ള കോമഡിക്ക് പ്രാധാന്യമുള്ള, സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലെയുള്ള മലയാളത്തിലെ ആനുകാലികമായ നിരവധി വിഷയങ്ങൾ പ്രതിപാദിച്ചുള്ള തിരക്കഥകൾ. തലയണമന്ത്രം എന്ന് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ ഏറെ പ്രധാനപ്പെട്ട, ഏറെ നിരൂപക ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമ കൂടിയായിരുന്നു. വടക്ക് നോക്കിയന്ത്രമാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം ചെയ്ത സിനിമകളിൽ ഒന്ന്. വടക്ക് നോക്കിയന്ത്രമൊക്കെ ഏറെ മനുഷ്യനെ സിനിമയിൽ മാത്രമല്ല ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനുമൊക്കെ ഏറെ പ്രാധാന്യത്തോടു കൂടി തന്നെ അദ്ദേഹം ചെയ്ത സിനിമകളാണ്. 2 സിനിമകൾ സംവിധാനം ചെയ്തു. വടക്ക് നോക്കിയന്ത്രം 1989-ലും ചിന്താവിഷ്ടയായ ശ്യാമള 1998-ലുമാണ്. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സന്ദേശത്തിനും മഴയത്തും മുൻപേക്കും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡ് വടക്ക് നോക്കിയന്ത്രത്തിന് അദ്ദേഹത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ച പശ്ചാത്തലമുണ്ട്. സംവിധാനം ചെയ്ത സിനിമയാണ്. ദേശീയ അവാർഡ് ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് സോഷ്യൽ ഇഷ്യൂസിനെ അതുമായി ബന്ധപ്പെട്ടുള്ള അവാർഡ് ആ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ തരത്തിലും മലയാളി മനസ്സുകളോട് ചേർന്ന് നിന്ന സംവിധായകൻ കൂടിയാണ് ശ്രീനിവാസൻ, തിരക്കഥാകൃത്ത് കൂടിയാണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. ആനുകാലികമായ വിഷയങ്ങൾ നർമ്മപ്രധാനമായി ഏറെ പ്രാധാന്യത്തോടു കൂടി ജനത്തിന് ഇഷ്ടപ്പെടും വിധം ശ്രീനിവാസൻ എഴുതി ചേർത്തു. അങ്ങനെ അപ്രവാളികളിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു കലാകാരനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. അദ്ദേഹത്തിൻ്റെ ഓരോ സംഭാഷണങ്ങളിലും അദ്ദേഹം നർമ്മം കലർത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും അദ്ദേഹം ജനത്തെ ചിന്തിപ്പിച്ചിരുന്നു. അങ്ങനെ മലയാള സിനിമയിലെ എല്ലാ താരങ്ങളോടും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന, എല്ലാ താരങ്ങളുടെയും സിനിമകളിലെ സജീവ സാന്നിധ്യമായിരുന്ന ശ്രീനിവാസനാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പട്ടികയുണ്ട്. അദ്ദേഹം തിരക്കഥയുടെ ഒരു വലിയ പട്ടികയുണ്ട്. പാവം രാജകുമാരൻ, വിദ്യാരംഭം, സന്ദേശം, ചമ്പക്കുളം തച്ചൻ, ഗോളാന്തര വാർത്ത, അക്കരെ കൺകെട്ട്,
മൈ ഡിയർ മുത്തച്ഛൻ, മിഥുനം, ശിപായി ലഹള, അങ്ങനെ നമ്മൾ എടുത്തു നോക്കിയാൽ അനവധി ചിത്രങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു ശ്രീനിവാസൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ മക്കൾ ധ്യാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ താരങ്ങളുടെ കൂട്ടത്തിലുള്ള, സംവിധായകരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ചരിത്രം ഒക്കെ ഒരുപാട് എന്താണ് മലയാളികളോട് ചേർന്ന് നിന്നിരുന്ന എന്ന് തന്നെ വേണം പറയാൻ. ഏറ്റവും പ്രശസ്തനായിരിക്കുമ്പോഴും എപ്പോഴും സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ എപ്പോഴും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. സജിത്ത്, ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാള സിനിമയിൽ നിന്ന് അടച്ചു നിർത്താൻ പറ്റാത്ത ഒരു നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ പ്രതിഭ ആവോളം തെളിയിച്ച 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിലുടനീളം മലയാളികളെ കുടുകുട ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച സംവിധായകൻ എന്ന്, തിരക്കഥാകൃത്ത് എന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ അന്ത്യം ദീർഘനാളായി നമുക്കറിയാം. അദ്ദേഹം ആരോഗ്യസ്ഥിതി ഒട്ടും മെച്ചമല്ലായിരുന്നു. അന്ത്യം വളരെ പെട്ടെന്നായിരുന്നു. അതോ കുറച്ച് ദിവസമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വഷളായിരുന്നോ? രഞ്ജിത്ത്, ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് ശ്രീനിവാസിൻ്റെ വിയോഗം നമുക്ക് മുന്നിലേക്ക് വരുന്നത്. നമുക്കറിയാം, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിച്ചുകൊണ്ടും അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നത് അടുത്തിടകളിൽ വന്ന ദൃശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോഴുള്ള ശരീരഭാഷയും അദ്ദേഹത്തിൻ്റെ ആ ദൃശ്യങ്ങളുമൊക്കെ അറിയാം. എത്ര കണ്ട് മോശമായ ആരോഗ്യ അവസ്ഥകളിലൂടെയായിരുന്നു ശ്രീനിവാസൻ കടന്നുപോയിരുന്നത് എന്ന കാര്യം മുമ്പ് തന്നെ അദ്ദേഹം മരണപ്പെട്ടു എന്നും പറഞ്ഞും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം നടന്നതാണ്. ഇപ്പോൾ കൊച്ചിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ശ്രീനിവാസിനെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ കാമ്പുള്ള ഇടപെടലുകളെ ഏത് രീതിയിൽ അനുസ്മരിക്കണമെന്നതായിരിക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഈ വാർത്ത പുറത്തു വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ആശയക്കുഴപ്പം. കാരണം നടൻ എന്ന രീതിയിലും, തിരക്കഥാകൃത്ത് എന്ന രീതിയിലും, സംവിധായകൻ എന്ന രീതിയിലും, ഒരു മികച്ച സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിലുമുള്ള ശ്രീനിവാസിൻ്റെ ഇടപെടലുകൾ അത് ലോകം ദർശിച്ചതാണ്, മലയാളം ദർശിച്ചതാണ്, പല ഘട്ടങ്ങളിലായി വിലയിരുത്തപ്പെട്ടതാണ്. എല്ലാ കാലത്തും എക്കാലവും സ്വീകരിക്കപ്പെടുന്ന, വിലയിരുത്തപ്പെടുന്ന, ചിന്തിക്കപ്പെടുന്ന കഥാപാത്രങ്ങളും പ്രമേയങ്ങളുമാണ് ശ്രീനിവാസൻ മലയാളത്തിന് സമ്മാനിച്ചത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി വിലയിരുത്തപ്പെടുന്നത് കാലാതിവർത്തിയാണ്, കാലത്തിനും അപ്പുറം സഞ്ചരിക്കുന്നതാണ്. സന്ദേശം എന്ന സിനിമ പങ്കുവെച്ച രാഷ്ട്രീയ സന്ദേശം, അത് മുന്നോട്ട് വയ്ക്കുന്ന ഹാസ്യവും സന്ദേശങ്ങളുമൊക്കെ എത്ര വലുതാണ് എന്നത് കാലത്തിനിപ്പുറവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ്. കാലിക പ്രസക്തി അങ്ങേയറ്റമുള്ള സിനിമയാണത്, എല്ലാ കാലങ്ങളിലും ഉണ്ട്. വിമർശകർ ഏറെയുണ്ട് അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളുടെ, സിനിമകളുടെ പ്രമേയം അത് ചെന്ന് തൊടുന്നത് അത്തരം ആളുകളെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വിമർശനങ്ങൾ ആ തരത്തിൽ ഉണ്ടാവുന്നതും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രീനിവാസൻ എന്ന സിനിമാ പ്രവർത്തകൻ, അങ്ങനെ നമുക്ക് വിളിക്കാം, സിനിമാ പ്രവർത്തകൻ എല്ലാ അർത്ഥത്തിലും, കാരണം നടനായും തിരക്കഥാകൃത്തായും ഒപ്പം തന്നെ സംവിധായകനുമായുമൊക്കെയുള്ള ശ്രീനിവാസൻ്റെ സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങളെ വിവരിക്കാൻ ഒരുപക്ഷെ വാക്കുകൾ പോരാതെ വരും എന്നതാണ് സാഹചര്യം. അത്ര അധികം ഇടപെടൽ നടത്തിയതാണ്. വലിയ സിനിമാ മോഹങ്ങളുമായി ചെന്നൈയിൽ, അന്നത്തെ മദിരാശിയിൽ എത്തിപ്പെടുന്നതും പിന്നീട് പടിപടിയായുള്ള ശ്രീനിവാസൻ്റെ കടന്നുവരവും അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും ഒരുപക്ഷെ ഈ ഘട്ടത്തിൽ ഏറ്റവും അനുസ്മരിക്കാനുണ്ടാവുക ഒരുപക്ഷെ സത്യൻ അന്തിക്കാടിനാണ്. കാരണം അവരുടെ കൂട്ടുകെട്ട് മലയാള സിനിമയിൽ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ എത്ര വലുതാണ് എന്നത് തലമുറകൾക്കപ്പുറവും വിലയിരുത്ത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ദിനമെന്നോണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ്. അതാണ് ശ്രീനിവാസൻ്റെ സാമൂഹ്യ ഇടപെടലുകൾ. നമുക്കറിയാം, സിനിമാ മേഖലയിൽ നിന്ന് മാറി നിന്ന ശേഷവും ശ്രീനിവാസന് മറ്റൊരു മുഖമുണ്ട്. അദ്ദേഹം നടത്തിയ ചില ജനകീയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ്. പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി, പുതിയ രീതിയിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശ്രീനിവാസന് നടത്തിയ ഇടപെടലുകൾ സിനിമയ്ക്കപ്പുറം നമ്മൾ കണ്ടതുമാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു മനുഷ്യ സ്നേഹിയാണ്, ഒരു മനുഷ്യനാണ്, ഒരു സാമൂഹ്യ ജീവിയായിരുന്നു ശ്രീനിവാസൻ എന്നതാണ് പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലയിലെ പ്രത്യേകതകളും ഇടപെടലുകളും പരിശോധിക്കുമ്പോൾ ശ്രീനിവാസൻ്റെ ഒരു കഥയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഒരു വലിയ സംവിധായകരുടെ നിരയുണ്ട്, സിനിമാ പ്രവർത്തകരുടെ നിരയുണ്ട്. അദ്ദേഹം പറഞ്ഞു വെച്ച ഓരോന്നും അത്ര അധികം വലുതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അംഗീകാരവും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള പോക്കും. ഒരുപക്ഷെ സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളൊന്നുമല്ല ശ്രീനിവാസനെ വിലയിരുത്താൻ നമുക്ക് കണക്കുകൂട്ടേണ്ടത്. കാരണം ശ്രീനിവാസൻ സിനിമയിൽ ബാക്കി വെച്ചു പോയ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും നീക്കങ്ങളുമാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള മുതൽ വടക്കു നോക്കി യന്ത്രം, സന്ദേശം, നാടോടിക്കാറ്റ്,
ചുഴലിക്കാറ്റ്, ഗോഡ് ഫാദർ, പടയോട്ടം, ഇങ്ങനെ നീളുന്ന ഓരോന്ന് എണ്ണിപ്പറയാൻ കഴിയുന്ന എത്ര വലിയ ഇടപെടലുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു പോയതാണ്. ഒരുപക്ഷെ ഒരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെത് ഒരു നടനെന്ന അഭിനേതാവ് എന്ന രീതിയിലുള്ള ഇടപെടലാവാം, മറ്റൊന്നിൽ അതിൻ്റെ പൂർണ്ണമായ സൃഷ്ടി പൂർണ്ണമായും പൂർത്തിയാക്കുന്ന വ്യക്തി എന്ന രീതിയിലാവാം. നാടോടിക്കാറ്റാവട്ടെ, ഒപ്പം മറ്റ് സിനിമകളാവട്ടെ, ഈ തരത്തിൽ ശ്രീനിവാസൻ മലയാള സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഏത് രീതിയിൽ വിലയിരുത്തണമെന്നതിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും. കാരണം അത്ര വലിയ ഇടപെടൽ നടത്തിയ ഒരു സാമൂഹ്യ ജീവിയായിരുന്നു ശ്രീനിവാസൻ എന്ന പ്രത്യേകതയുമുണ്ട്. തീർച്ചയായും നമ്മൾ ഓർത്തെടുക്കുമ്പോൾ ഒരുപിടി ശ്രീനിവാസൻ സിനിമകൾ എന്നുള്ളത് മലയാള സിനിമാ രംഗത്തിൻ്റെ ടാഗ് തന്നെയായിരുന്നു. കാരണം ശ്രീനിവാസൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നതായി കാത്തിരിക്കുന്ന മലയാളികളുടെ ഒരു സിനിമ ആരാധകരുടെ അല്ലെങ്കിൽ സിനിമാ പ്രേമികളുടെ വലിയ ഒരു കൂട്ടമുണ്ടായിരുന്നു. ശ്രീനിവാസൻ്റെ തിരക്കഥകൾ പലതും പിന്നീട് ഇങ്ങോട്ട് വന്ന സിനിമാ വിദ്യാർത്ഥികൾക്ക് വലിയ പഠന മെറ്റീരിയലുകളായി മാറിയൊക്കെ നമ്മൾ കണ്ടതാണ്. തിരക്കഥകളിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഓരോ ഡയലോഗിലും ഓരോ സീനിലും വളരെ വ്യക്തമായി തന്നെ ജീവിതം വരച്ചു കാട്ടിത്തന്ന, മനുഷ്യനെ വല്ലാത്ത രീതിയിൽ ചിന്തിപ്പിച്ച, സാമൂഹ്യ പ്രസക്തമായ നിരവധി വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്ത, അങ്ങനെ ഓരോ തലത്തിലും ഓരോ രീതിയിലും ശ്രീനിവാസൻ എന്ന ബഹുമുഖ പ്രതിഭ എന്നും ഓർത്തെടുക്കും. നമ്മൾ പലപ്പോഴും അങ്ങനെ നിരവധി ആളുകൾ, ബാലേന്ദ്ര മേനോനെ പോലെയുള്ള ആളുകളൊക്കെ സിനിമയുടെ സമസ്ത മേഖലകളിലും കൈവച്ച ആളുകൾ ആണ് എന്ന് പറയാം. അത്തരത്തിൽ ശ്രീനിവാസൻ സിനിമകളുടെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പ് എന്ന് പറയുന്നത് ഏറെ പ്രത്യേകതകളായിരുന്നു. മറ്റൊന്ന്, സൈത്ത് നിർഭയനായ ഒരു സിനിമാ പ്രവർത്തകൻ. അതിപ്പോൾ ഈ താരങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് അവരുമായുള്ള അടുപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം, ആത്മവിശ്വാസത്തോടെ അദ്ദേഹത്തിന് തിരക്കഥകൾ എഴുതാൻ സാധിക്കും. അതിപ്പോൾ ഏതെങ്കിലും സൂപ്പർ താരത്തെ കളിയാക്കുക, അല്ലെങ്കിൽ സൂപ്പർ താരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് മറ്റ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് പോവുക, അങ്ങനെ നിരവധി സിനിമകളിലൂടെ ശ്രീനിവാസൻ മലയാളിയെ ഈ സിനിമയ്ക്കുള്ളിലെ അത്തരം ആസ്പെക്റ്റുകൾ കൂടി വരച്ചു കാട്ടിയ ഒരു പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കണം. അങ്ങനെ നിർഭയനായ ഒരു കലാകാരൻ, എന്തും ഏത് നിമിഷവും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കലാകാരൻ, അക്ഷരാർത്ഥത്തിൽ ഒരു സാമൂഹ്യ ജീവി, അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ അത്തരം വിഷയങ്ങൾ ഇടപെട്ടിരുന്ന ഒരാളെന്ന് കൂടി ശ്രീനിവാസനെ വിശേഷിപ്പിക്കാം. തീർച്ചയായിട്ടും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. കാരണം ശ്രീനിവാസിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു, താൻ പ്രവർത്തിക്കുന്ന തൻ്റെ മേഖലയായ സിനിമയ്ക്കകത്തെ പൊളിച്ചെഴുത്തലുകൾ നടത്താനും ഒരു മടിയും കാട്ടാത്ത കൂടിയാണ് ശ്രീനിവാസൻ. അവിടുത്തെ സിനിമാ മേഖലയിലെ കള്ളത്തരങ്ങൾ, അവിടുത്തെ പൊങ്ങച്ചം പറച്ചലുകൾ, ഇതൊക്കെ സിനിമയിലെ പ്രമേയങ്ങളായി തന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രീനിവാസൻ കാട്ടിയ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, ചില സിനിമകൾ പേര് പരാമർശിച്ച് തന്നെ നമുക്ക് കൃത്യമായി വിലയിരുത്താം. നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് രഞ്ജിത്ത്, ശ്രീനിവാസൻ നമുക്കറിയാം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹത്തിന് പെട്ടെന്ന് ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് എത്തിച്ചതാവാം. അതെന്താണ് സംഭവിച്ചതെന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് പുറത്തു വരേണ്ടതുണ്ട്. ഒരുപക്ഷെ നമുക്ക് അല്പനിമിഷത്തിനുള്ളിൽ അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ആവും. എന്തായാലും ശ്രീനിവാസിൻ്റെ ഒരു പ്രൊഫൈൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 1956 ഏപ്രിൽ 6 ശ്രീനിവാസിൻ്റെ ജനനം. അദ്ദേഹം അതിലൂടെയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വളർച്ച ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം, ഇന്നത്തെ ഇന്ത്യൻ സിനിമയിലെ തിളങ്ങി നിൽക്കുന്ന പല താരങ്ങളും സിനിമാ പ്രവർത്തകരും ഒക്കെ അന്ന് ശ്രീനിവാസൻ്റെ സഹപാഠികളായിരുന്നു. അതിലൂടെ അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം മദുരാശി എന്ന അന്നത്തെ സിനിമയുടെ സ്വപ്നങ്ങൾ പകിട്ടെഴുന്ന ആ മദുരാശിയുടെ ഭാഗമാവുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അങ്ങനെ പിന്നീട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ നിരവധിയുണ്ട്. ആ അവാർഡുകൾ കണക്കെടുത്തുകൊണ്ടല്ല ശ്രീനിവാസനെ വിലയിരുത്തുന്നത്, അതിനുമപ്പുറമുള്ള ശ്രീനിവാസിൻ്റെ സാമൂഹിക ഇടപെടലുകൾ, സിനിമാ മേഖലയിലെ പ്രവർത്തനങ്ങൾ, കുറുക്കിക്കൊള്ളുന്ന ഹാസ്യം, ഇങ്ങനെ ഏറ്റവും മലയാള സിനിമയിലെ യാഥാർത്ഥ്യബോധമുള്ള കൃത്യമായൊരു മുഖമാണ് ശ്രീനിവാസൻ. അങ്ങനെ കൂടി നമുക്ക് വിലയിരുത്താം. കാരണം ശ്രീനിവാസിൻ്റെ ഇടപെടലുകളുടെ ഒരു പ്രത്യേകതയും അതുതന്നെയായിരുന്നു. അദ്ദേഹം കാലാകാലങ്ങളിൽ സിനിമയുടെ മാറ്റത്തിനനുസരിച്ച് സഞ്ചരിക്കുകയും സിനിമയിൽ പുതിയ പ്രമേയങ്ങൾ കൊണ്ടുവരാനും, അതിൽ രാഷ്ട്രീയമുണ്ട്, ആക്ഷേപഹാസ്യമുണ്ട്, പുതിയ കുടുംബ പശ്ചാത്തലങ്ങൾ കടന്നു വരുന്നുണ്ട്. വടക്ക് നോക്കി യന്ത്രം പോലെയുള്ള സിനിമകൾ പറഞ്ഞു വെച്ച, തലയണമന്ത്രം പോലെയുള്ള സിനിമകൾ പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളിലുള്ള ആന്തരിക സംഘർഷങ്ങളൊക്കെ എത്ര മനോഹരമായി സാധാരണക്കാരുടെ ഭാഷയിൽ സംസാരിച്ചു എന്നതാണ്. നമുക്കറിയാം സിനിമയിൽ പലപ്പോഴും അംഗീകരിക്കപ്പെടുകയും വലിയ മുഖങ്ങളായി അവതരിപ്പിക്കപ്പെടുന്നതും നമ്മൾ അവാർഡ് സിനിമകൾ എന്നൊക്കെ വിളിക്കുന്ന വലിയ ഗൗരവമുള്ള പ്രമേയം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലേക്കാണ് വരുന്നത്. പക്ഷേ ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത നോക്കൂ, സമൂഹത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്, കുടുംബങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. പക്ഷേ അത് എത്ര ലളിതമായ ഭാഷയിൽ, എത്ര മനോഹരമായി ഏത് ആളുകൾക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഹാസ്യത്തിൻ്റെ മേമ്പോട് ചേർത്തുകൊണ്ടുള്ള മികച്ച അവതരണം, അതാണ് ശ്രീനിവാസൻ സിനിമകളുടെ പ്രത്യേകത. പല ഘട്ടങ്ങളിലായി ഇത് അദ്ദേഹം ജീവിച്ചിരിക്കെ തന്നെ എത്രയോ വട്ടങ്ങളായി വിലയിരുത്തപ്പെട്ടിട്ടുള്ളതാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും
ചേർന്നുള്ള കൂട്ടുകെട്ടുകൾ മലയാളത്തിന് സമ്മാനിച്ചത് എന്തൊരു വലിയ അനുഭവങ്ങളാണ്. അതൊക്കെ ഉണ്ടാക്കി വെച്ച ആ ഒരു വലിയ മായിക ലോകം അത് ബാക്കിയാക്കിയാണ് ഇപ്പോൾ ശ്രീനിവാസൻ മടങ്ങിപ്പോകുന്നത്. സത്യനന്ദിക്കാടുമായി തന്നെ ആയിരുന്നു ശ്രീനിവാസന്റെ ഏറ്റവും അവസാനത്തെ തിരക്കഥയും. 2018 ഡിസംബറിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന സിനിമ, അത് പുതിയ തലമുറയിലെ ഫഹദ് ഫാസിലുമായി ചേർന്ന് ശ്രീനിവാസൻ രചിച്ച ആ തിരക്കഥയും മലയാളി സർവാത്മന സ്വീകരിക്കുകയും ഹാസ്യത്തിൻ്റെ ചില തലങ്ങൾ, ഫഹദ് ഫാസിലിനെ കൊണ്ടൊക്കെ ഹാസ്യത്തിൻ്റെ ചില തലങ്ങളൊക്കെ നമ്മൾ കാണുകയും ചെയ്തു. നേരത്തെ സൈത്ത് പറഞ്ഞതുപോലെ ഈ കാലം കഴിയുമ്പോഴും ശ്രീനിവാസൻ്റെ തൂലികയ്ക്ക് ഒട്ടും ചാരുത കുറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് ഒട്ടും ശക്തി കുറഞ്ഞിട്ടില്ല. ഓരോ സമയവും ഞാൻ അവസാനം അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് മമ്മൂട്ടി ഗസ്റ്റ് റോളിൽ എത്തിയ ഒരു സിനിമ, അത് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരൻ സംവിധാനം ചെയ്ത ഏറെ കാലിക പ്രസക്തമായ സിനിമ അടക്കം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് നമ്മൾ ഓർക്കുന്നുണ്ട്. അതൊക്കെ മലയാളിയെ വല്ലാതെ ചിരിപ്പിച്ച, ചിന്തിപ്പിച്ച, അതായത് തിരക്കഥയുടെ പുതിയ പുതിയ വേർഷൻസ് അത് മലയാളിക്ക് സമ്മാനിച്ച സിനിമകളായി മാറുന്ന വലിയ പശ്ചാത്തലങ്ങളുണ്ടായി. പാവം പാവം രാജകുമാരിലെ പാരൽ കോളേജ് അധ്യാപകനെ മലയാളി പ്രേക്ഷകർ എന്നും ഓർക്കുന്നുണ്ടാകും. വടക്ക് നോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ മലയാളിയുടെ മനസ്സിൽ എന്നും ചിരപ്രതിഷ്ഠ നേടിയ കഥാപാത്രമാണ്. തേന്മാവിൻ കൊമ്പത്തിലെ മാണിക്യൻ മലയാളിയുടെ ഒരു നടൻ തൻ്റെ നെഗറ്റീവ് റോള് എങ്ങനെ ഭംഗിയാക്കാമെന്നത് വളരെ വ്യത്യസ്തമായി ശ്രീനിവാസൻ മുന്നോട്ട് കൊണ്ടുപോയതാണ്. നാടോടിക്കാട്ടിലെ കുറ്റാന്വേഷകനായ വിജയൻ എന്ന കഥാപാത്രം മലയാളിയെ കുടുകുട ചിന്തിപ്പിച്ച ഒരു കഥാപാത്രമായിരുന്നു. മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു ചിത്രത്തിലെ എം.എ. ധവാൻ എത്രത്തോളം നമ്മളിപ്പോഴും റിപ്പീറ്റഡ് ഓഡിയൻസ് ഉള്ള ഒരു സീനാണ് എന്ന് ഓർത്തെടുക്കണം. ചിദംബരത്തിലെ മുനിയാണ്ടി എന്ന പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ശ്രീനിവാസനെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒന്നാണ്. ഒപ്പം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ പ്രധാനപ്പെട്ട സീനുകൾ നമ്മളിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് മാത്രം എഴുതി ചേർക്കാവുന്ന, ആവിഷ്കരിക്കാവുന്ന സീനുകളാണ്. ഒപ്പം മഴയത്ത് മുമ്പേ സന്ദേശം എന്ന സിനിമകൾ ദേശീയ അവാർഡ് തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ശ്രീനിവാസൻ നൽകി. സന്ദേശം എന്നുള്ളത് ഈ അടുത്ത സമയത്ത് അതിർത്തിക്കാട് സംസാരിക്കുമ്പോഴും സന്ദേശത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിന് പ്രസക്തിയുണ്ട്. 30 വർഷം മുൻപ് ഇറങ്ങിയ സിനിമ മലയാളി ഇപ്പോഴും എത്രത്തോളം കാലിക പ്രസക്തമായി ചർച്ച ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതൊക്കെ ശ്രീനിവാസൻ്റെ തലയിൽ ഉദിച്ച, ശ്രീനിവാസൻ്റെ ഒരു ജീനിയസ് എന്ന രീതിയിൽ ശ്രീനിവാസനെ കണ്ട സിനിമകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയം ഇല്ല. അങ്ങനെ നിരവധി സിനിമകളിലൂടെയാണ് ശ്രീനിവാസൻ കടന്നുപോയത്. അദ്ദേഹം എഴുതിയ സിനിമകൾ ഓരോന്നും ഓരോ അടയാളപ്പെടുത്തലായിരുന്നു. ഒരുപക്ഷെ പരാജയപ്പെട്ട ഒരു സിനിമ എന്ന് ശ്രീനിവാസൻ്റെ ഒരു തിരക്കഥയോ ഒരു സംവിധാനത്തെയോ അല്ലെങ്കിൽ കഥാപാത്രത്തെയോ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രത്തോളം വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ തലങ്ങളിൽ സമയമെടുത്ത് ധൃതി പിടിച്ച് പടം ചെയ്യുന്ന ഒരാളൊന്നുമായിരുന്നില്ല. വിശദമായി തന്നെ എല്ലാ തിരക്കഥയുടെ ഓരോ നൂലിഴകളും കൃത്യമാക്കി തന്നെ ശ്രീനിവാസൻ നീളുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓരോ ആദ്യത്തെ തിരക്കഥ പൂച്ചയ്ക്കൊരു മൂക്കൂത്തിയാണ്. ആദ്യ തിരക്കഥ അത് പ്രിയദർശനുമായി ചേർന്ന് ഹാസ്യത്തിന് മുൻതൂക്കം നൽകിയ ഒരു ചിത്രം. അത് നർമ്മത്തിൽ പൊതിഞ്ഞ രംഗങ്ങളിലൂടെ ജീവിത നൊമ്പരങ്ങൾ ആവിഷ്കരിച്ച ശ്രീനിവാസൻ്റെ സിനിമകൾ എന്നുള്ളതാണ് പിന്നീട് ഇങ്ങോട്ട് രേഖപ്പെടുത്തിയത്. മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാകുന്നുണ്ടോ സജിത്ത്? അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ എവിടെയുണ്ട് എന്ന് സംബന്ധിച്ച് മലയാള സിനിമാ ലോകം ഒരുപക്ഷെ ഈ വലിയ നഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉണ്ടാവുകയുള്ളൂ. രഞ്ജിത്ത്, അപ്രതീക്ഷിതമായിരുന്നു ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ എന്ന് തന്നെ നമുക്ക് പറയാം. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലാണ് അന്ത്യം സംഭവിച്ചത്. ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് പെട്ടെന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അന്ത്യം സംഭവിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. നേരത്തെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ഏറെ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. പൊതുവേദികളിലൊക്കെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി ഉണ്ടാക്കുന്ന പ്രശ്നം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും. പക്ഷേ തൻ്റെ ആരോഗ്യം മോശമാവുമ്പോഴും പൊതുവേദികളിലെത്തി സിനിമയുമായി സംവദിക്കാൻ, സമൂഹവുമായി സംവദിക്കാൻ ശ്രീനിവാസൻ പ്രത്യേക താല്പര്യമെടുത്തിരുന്നു. പലപ്പോഴും നമ്മൾ കണ്ടതാണ് ഈ അവസാന നാളുകളിലൊക്കെ ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ പത്നിക്കൊപ്പം, കുടുംബത്തിനൊപ്പം അദ്ദേഹം വരുന്നതും അവിടെ വന്ന് ആളുകളുമായി സംവദിക്കുന്നതും ചില സിനിമാ വേദികളിലൊക്കെ എത്തി പഴയ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണുകയും അദ്ദേഹം ചിരിക്കുന്നതും ആ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാനാവും. അത് അങ്ങനെ അവസാന നാളുകളിലും സിനിമാ പ്രവർത്തനങ്ങളിലും സിനിമാ മേഖലകളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതായിരുന്നു ശ്രീനിവാസൻ്റെ ശൈലി എന്നതാണ്. അവസാന നാളുകളിലും അത്തരം സജീവത നിലനിർത്തിയാണ് ശ്രീനിവാസൻ്റെ വിടവാങ്ങൽ ഉണ്ടാവുന്നത് കൂടിയാണ്. നമുക്കറിയാം ശ്രീനിവാസൻ കണ്ണൂർ സ്വദേശിയാണ്. അദ്ദേഹം കണ്ണൂരിലാണ്, കമ്മ്യൂണിസ്റ്റ് തട്ടകമായ കണ്ണൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലാണ്. തുടക്കവും അദ്ദേഹം അങ്ങനെയായിരുന്നു. പക്ഷേ പിന്നീട്
അദ്ദേഹം സിനിമകളിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ചില നീക്കങ്ങളിലൂടെ നടത്തുകയും അന്ന് വലിയ തർക്കങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ ഇടവച്ചതുമാണ്. പക്ഷേ ശ്രീനിവാസൻ പിൻവാങ്ങിയില്ല. അദ്ദേഹത്തിൻ്റെ വിമർശനം, അദ്ദേഹത്തിൻ്റെ ഹാസ്യം, അദ്ദേഹത്തിൻ്റെ സിനിമാ ഇടപെടലുകൾ, സാമൂഹിക ഇടപെടലുകളൊക്കെ അതേ രീതിയിൽ തന്നെ തുടങ്ങി എന്നതാണ് സാഹചര്യം. അദ്ദേഹത്തിൻ്റെ സിനിമാ പ്രവർത്തനം ഒന്ന് ആലോചിച്ച് നോക്കൂ. രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു. ഒന്ന് ഓർത്തെടുക്കാം, അന്ന് പുനെയിൽ അദ്ദേഹം പഠിക്കുമ്പോൾ, ഡിപ്ലോമയ്ക്ക് പഠിക്കുമ്പോൾ രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നു എന്നതാണ്. അദ്ദേഹം അഭിനയത്തിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അദ്ദേഹം അങ്ങനെയാണ് പിന്നീട് കടന്നു വരികയും അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമാ സംരംഭം 1976 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ്. ആ ചിത്രത്തിൽ അദ്ദേഹം ഭാഗമാകുന്നു. അതിനുശേഷം അദ്ദേഹം 1984 നോക്കുക, 1976 ശേഷം ചെറുവേഷങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമാ ഇടപെടലുകൾ ഉണ്ടായതെങ്കിൽ 1984 വരുമ്പോൾ ഓടരുതമാവ ആളറിയാം എന്ന സിനിമയ്ക്ക് അദ്ദേഹം കഥ എഴുതുന്നു.